ഇന്ന് യൂട്യൂബിനകത്തൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ബീഫ് റോസ്റ്റിൻ്റെ വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോൾ ബീഫ് റോസ്റ്റും പൊറോട്ടയും കഴിക്കാൻ ഭയങ്കര കൊതി. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ബീഫ് മേടിച്ച് ഞാൻ തന്നെ കുക്ക് ചെയ്ത്. പൊറോട്ട ഇവിടെ ഫ്രോസണാണ് കൂടുതലും കിട്ടുന്നത്. ചില മലയാളി കടകളിൽ പൊറോട്ട കിട്ടും, പക്ഷേ എപ്പോഴും കിട്ടില്ല. അപ്പം ഞാൻ വെച്ച് ഫ്രോസൺ മേടിക്കാം, പക്ഷേ ബീഫ് റോസ്റ്റ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി ഇവിടെ ചൈന ടൗണിലോ ഞാൻ പോയി. ചൈന ടൗൺ വഴി ഈ റെഡ് ടെർമിനൽ എന്ന് പറയുന്ന ഒരു മാർക്കറ്റുണ്ട്. അതിനകത്ത് കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ ആക്ച്വലി ഞാനിങ്ങനെ പോയി കുറച്ച് ബീഫും മേടിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഒരു വീഡിയോ എടുക്കാം. എന്തായാലും ബീഫ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടുമ്പം ബീഫ് മേടിക്കാൻ പോയ കഥയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. ക്ഷമയുള്ളവർ കണ്ടു നോക്ക്. കാണാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. എന്തായാലും ഇന്നത്തെ കുറച്ച് വീഡിയോ ഇങ്ങനെ അങ്ങ് പറയാം. ആക്ച്വലി ഇത് കയറുമ്പോൾ എല്ലാം എന്താ പറയുക, ഓരോരോ ഇതാണ്. ഫ്ലവറിൻ്റെ അടുത്തെത്തി ഇപ്പോൾ കുറേ നേരം ഫ്ലവറിൽ നോക്കി നിന്നു. നല്ല ഭംഗിയുള്ള പൂക്കൾ, ആഹാ എന്ന് പറഞ്ഞാൽ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫുഡുകൾ കണ്ടാൽ നമുക്ക് കൊതി വരും. കാര്യം അമ്മാതിരി ഫുഡുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് ഐറ്റം വേണം, ഏത് തരത്തിലുള്ള ഫുഡ് വേണം എന്ന് മാത്രം നോക്കിയാൽ മതി. സാൻഡ്വിച്ച് എങ്കിൽ സാൻഡ്വിച്ച്, സ്വീറ്റ് ആണെങ്കിൽ സ്വീറ്റ്, ഒരു രക്ഷയില്ല ഫുഡുകൾ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുറേ ദിവസം കൊണ്ട് പുറത്തുനിന്ന് കഴിച്ച് എനിക്ക് വയറിന് നല്ല അസ്വസ്ഥതയായിരുന്നു. അതുകൊണ്ടാണ് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് ബീഫ് മേടിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ നടന്ന് ഓരോ വഴിയായി ഓരോന്നും കണ്ട് ഇങ്ങനെ എടുത്ത് പോവുക. എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്. ഇതിൻ്റെ പേരുകൾ പോലും അറിയില്ല. അങ്ങനത്തെ രീതിയിലുള്ള കുറേ ഫുഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലത് കണ്ട കഴിക്കാമെന്നൊക്കെ തോന്നും, ചിലത് കണ്ട കഴിക്കാമെന്നൊന്നും അങ്ങനെ തോന്നത്തൊന്നുമില്ല. അങ്ങനെ നടന്ന് പച്ചക്കറി കടയിലെത്തി. പച്ചക്കറി, ഫ്രൂട്ട്സ് എല്ലാം കൂടെ എടുക്കുന്നിടത്ത് എന്നിട്ട് കാര്യം ബീഫ് വെക്കാനായിട്ട് എല്ലാം എടുക്കണമല്ലോ. അങ്ങനെ അവിടെ നടന്ന് എന്തൊക്കെയോ എന്നുള്ള പേർക്കണുണ്ടായിരുന്നു. ബീഫിനുള്ള കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഉള്ളി, എല്ലാ സാധനങ്ങളും. പിന്നെ നടന്ന് നോക്കുമ്പോൾ ഉണ്ട് പാമ്പിന് പോലെയൊക്കെ ചുറ്റി വെച്ചിരിക്കുന്ന കുറേ മീറ്റ് ഇങ്ങനെ ഓരോ രീതിയിലാണ്. ചിക്കനായാലും ബീഫായാലും പോർക്കായാലും എന്ത് സാധനങ്ങൾ എന്ത് രീതിക്ക് വേണമെങ്കിലും കിട്ടും. അങ്ങനെ കണ്ട് ഞാനിങ്ങനെ നടന്ന് കുറേ സാധനങ്ങൾ മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മതി വീഡിയോ എടുത്തെന്ന് വിചാരിച്ച് പിന്നെ അവിടെ നിന്ന് പയ്യെ നീങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ അതിൻ്റെ അപ്പുറത്തെ സൈഡ് പോയിട്ട് ഞാൻ ബീഫ് വാങ്ങി. ഇച്ചിരി ബീഫ് വാങ്ങിയുള്ളൂ. അത് സത്യത്തിൽ 100-200 ഗ്രാം അത്രയും കണ്ടേ ഉള്ളായിരുന്നു ബീഫ് ഞാൻ വാങ്ങുമ്പോൾ. കാര്യം ഏത് വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി മൊത്തത്തിൽ.